കോവിഷീൽഡ് നിർമ്മാതാക്കളായ ആസ്ട്രാസെനിക്ക കോവിഡ് വാക്സിൻ പിൻവലിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ വാക്സിൻ പിൻവലിച്ചു. ആഗോളതലത്തിൽ വാക്സിൻ പിൻവലിക്കാൻ ആസ്ട്രാസെനിക്ക ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ട്. നേരത്തെ കോവിഷീൽഡ് വാക്സിൻ അപൂർവമായി ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് ആസ്ട്രാസെനിക്ക കോടതിയിൽ സമ്മതിച്ചിരുന്നു. അതേസമയം വാണിജ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് വാക്സിൻ പിൻവലിക്കുന്നതെന്ന് കമ്പനി അറിയിച്ചു. ആസ്ട്രാസെനിക്കയുടെ വാക്സിൻ കോവിഷീൽഡ് എന്ന പേരിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ വാക്സെവറിയ എന്ന പേരിലാണ് ആസ്ട്രാസെനിക്ക കോവിഡ് വാക്സിൻ വിപണിയിലുള്ളത്. വാക്സിൻ ഇനി നിർമ്മിക്കുകയോ വിതരണം ചെയ്യുകയോ ഇല്ലെന്ന് ആസ്ട്രാസെനിക്ക അറിയിച്ചു. ഇതേസമയം വാക്സിൻ ഉപയോഗിച്ചാലുണ്ടാകുന്ന ഗുരുതര പാർശ്വഫലങ്ങൾ കൊണ്ടല്ല ഇത് പിൻവലിക്കുന്നതെന്നും ആസ്ട്രാസെനിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. വാക്സിൻ പിൻവലിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് ആസ്ട്രാസെനിക്ക കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. വാക്സിന്റെ മാർക്കറ്റിംഗ് അംഗീകാരം ആസ്ട്രാസെനിക്ക പിൻവലിച്ചിട്ടുണ്ട്. ഈയൊരു സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ വാക്സിൻ ഉപയോഗിക്കില്ല. മാർച്ച് 5-ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നും വാക്സിൻ പിൻവലിക്കാനുള്ള അപേക്ഷ ആസ്ട്രാസെനിക്ക സമർപ്പിച്ചിട്ടുണ്ട്. യുകെയിലും വാക്സിൻ പിൻവലിക്കാനുള്ള അപേക്ഷ കമ്പനി നൽകി. വാക്സസെവറിയ എന്ന പേരിലാണ് യുകെയിൽ ആസ്ട്രാസെനിക്കയുടെ വാക്സിൻ അറിയപ്പെടുന്നത്. ഈ വാക്സിൻ രക്തം കട്ടപിടിക്കുന്നതിനും പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് കുറയുന്നതിനും കാരണമാകുന്നുണ്ടെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് യുകെ കോടതിയിൽ ആസ്ട്രാസെനിക്കയ്ക്കെതിരെ കേസ് നിലവിലുണ്ട്. രക്തം കട്ടപിടിച്ച 80ഓളം ആളുകൾ യുകെയിൽ മരിച്ചിരുന്നു. ഇതിൽ 51 പേരുടെ ബന്ധുക്കളാണ് ആസ്ട്രാസെനിക്കയ്ക്കെതിരെ കേസ് നൽകിയത്. കോവിഡ് മഹാമാരി ഇല്ലാതാക്കുന്നതിൽ വാക്സസെവറിയ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ആസ്ട്രാസെനിക്ക അറിയിച്ചു. 6.5 മില്യൺ ജീവനുകളെങ്കിലും വാക്സിൻ മൂലം രക്ഷിക്കാൻ സാധിച്ചു. 3.5 മില്യൺ ഡോസ് വാക്സിനാണ് വിതരണം ചെയ്തതെന്നും ആസ്ട്രാസെനിക്ക അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.